അതിലും വലിയൊരു പാർട്ടിക്കാരൻ ആരാണ്? പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ ഉള്ള ആൾ, മുൻ MLA, അതുപോലെ തന്നെ CPM ഭയങ്കര പാരമ്പര്യമുള്ള ഒരാൾ. ആ ആൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരിക്കുമ്പോഴാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, കൊള്ളയൊക്കെ ആവാം, പക്ഷേ ഇതുപോലെ അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഒരു തരി സ്വർണം ഞങ്ങൾ കളിയില്ല എന്നാണ് ഇപ്പോൾ പോലും CPM ജില്ലാ സെക്രട്ടറി MP ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. ഇനി ഒരു തരി അവിടെ ബാക്കിയുണ്ടാവും, അതാണ് പ്രശ്നം. ഒരു തരി പോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തരി ബാക്കിയില്ല, വാതിലടക്കം അടിച്ചുകൊണ്ട് പോയി. അത് ആസൂത്രണം ചെയ്തതും അതുപോലെ തന്നെ നടപ്പിലാക്കിയതും ഒക്കെ ഒരു പൊളിറ്റീഷ്യനായ പാർട്ടിയുടെ പാരമ്പര്യമുള്ള ശ്രീ പത്മകുമാറാണ് എന്ന് പറയുമ്പോൾ അത് അത്യത്ഭുതമായിരിക്കുന്നു, അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ഇത് ഈ നാട്ടിലുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാനാവാത്ത ഒന്നാണ്. അതാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു വരുമോ? ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തേ മതിയാവുള്ളൂ. ഇത് വലിയ നാണക്കേടായിപ്പോയി, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. തീർച്ചയായും ജനങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടാവും. അന്വേഷണം വേണം എന്ന് ആരും പറഞ്ഞില്ലെങ്കിലും അന്വേഷണം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണല്ലോ അന്വേഷിക്കുന്നത്. അവർ മൊഴിയുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ പോവാൻ ബാധ്യസ്ഥരാണ്. അത് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ കോടതിയുടെ സൂക്ഷ്മമായ നിരീക്ഷണം ഉണ്ട്. പരിശോധന തീർച്ചയായിട്ടും വേണം. അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ മുൻ ദേവസ്വം മന്ത്രിയെക്കുറിച്ച് ആരോപണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കാതെ ഇരിക്കുകയില്ല, തീർച്ചയായിട്ടും നോക്കും. ഇത് വല്ലാത്തൊരു ശുദ്ധിയാണ്. ഇത്ര വലിയൊരു വിശുദ്ധി ജനങ്ങൾക്ക് മനസ്സിലാവില്ല അതെന്താന്നുള്ളത്. വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. വളരെ കാര്യങ്ങൾ വളരെ തത്വാധിഷ്ഠിതമായി പറയുന്ന ഗോവിന്ദ മാഷ് നല്ലോണം വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും ഈ വിശുദ്ധിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഈ ശബരിമലയെ ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമമൊക്കെ നടത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.